അല്ല ചിറ്റപ്പന്റെ ഐഡിയ എന്തുവാ? ഐഡിയ എന്തുവാന്ന് നീ കണ്ടോ? എന്താ ഐഡിയ? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടോ, നമ്മളതിൽ ചാവിയില്ല, അപ്പൊ അത് ഡോറ് തുറക്കാൻ പറ്റൂല, പിന്നെ എങ്ങനെ നമ്മളെ വീട്ടിനകത്ത് കയറും? ചാവി ഉണ്ടെത്താ? അതില്ലെന്നല്ലേ പറഞ്ഞത്, ഹോസ്പിറ്റലല്ലേ? എടാ പക്ഷെ നമ്മള് ചാവി ഇല്ല ഇതിനകത്ത് കേറും. ചിറ്റപ്പൻ മാജിക് കാണിക്കാൻ പോവേണ? മാജിക് ഒന്നുമല്ല, ബുദ്ധി ബുദ്ധി ചിറ്റപ്പന്റെ അതുകൊണ്ടാ. എടാ ശംഭു, ഞാൻ നിന്റെ ചിറ്റപ്പനാണ്. നീ ഒരുമാതിരി സംസാരം എന്റെ സംസാരിക്കരുത്. അല്ല ചിറ്റപ്പൻ സ്വയം നീ മാത്രമേ എനിക്ക് ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. എല്ലാരും എനിക്ക് ബുദ്ധി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാരാണ് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ചിറ്റപ്പൻ സ്വയം ബുദ്ധിമാനെന്ന് പറഞ്ഞോണ്ടിരിക്കാതെ തുറക്കും. നീ നോക്കിയോ, ഞാൻ ഈ താക്കോലിനകത്ത് കയറുകയും ചെയ്യും, എന്നിട്ട് ചേട്ടത്തെയും കാണാനെ മാത്രം കയറ്റും, നിന്നെ കയറ്റൂല. ഞാൻ വിളിക്കുന്നോളാം. ഇനി എങ്ങനകത്ത് ഒന്ന് പിടി, ഒന്ന് സഹായിക്കുന്നു. അതും തുറക്കാൻ പറ്റുന്നില്ലല്ലേ? ഒരു കമ്പ എന്തേലും കുത്തിങ്ങട്, നീ ഒന്ന് സഹായിക്കടേ, ഒന്ന് ഇങ്ങെടുത്താ. ആരും തുറക്കാൻ പറ്റില്ല. ആരാണ് ഇങ്ങനെ അടച്ചു വെച്ചത്? എല്ലാരും പറയും ബുദ്ധിമാനാണ്. ഇതിനകത്തോടെ പൊത്താത്ത് കയറാൻ പോവേണ? പൊത്താത്ത് കയറാനെ? പൊത്താത്ത് കയറുന്നൊന്നുമില്ല. പിന്നെ എന്റെ മുണ്ടൊക്കെ നോക്കടാ, എന്താ ചിറ്റപ്പ എന്തുവാ കാണിക്കുന്നേ? ഞാനൊരു തോട്ടി ഇടും ഇതിനകത്തൂടെ. ഒരു തോട്ടി ഇട്ടിട്ട് നൈസായിട്ട് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് ഈ വാതിലിൽ നിന്ന് കുറ്റിയെടുക്കും. അല്ല ഈ വാതിൽ തുറക്കണേ, അവിടെ ഒരു വളവുണ്ട്, വളവ് എന്നാലേ ഈ വാതിൽ തുറക്കാൻ പറ്റൂ. എനിക്കറിയാം, നീ അത് പറയുന്നറിയാം. ആ വളവുണ്ടെന്ന് എനിക്കും അറിയാം. അപ്പൊ നമ്മൾ എന്ത് അറിയാമോ? ഒരു കർവല്ലേ, ഒരു കർവ്. നിനക്ക് സയൻസ് അറിയത്തില്ല ശംഭു? ഇതിന് സയൻസ് എന്തിന്? ഇതിന് സയൻസ് വേണം. വിച്ച് മീൻസ് ദാറ്റ് ഹോമോസാപ്പിക് തിയറി എന്ന് പറയും. എന്റെ പഠനകാലത്തുള്ള തിയറിയാണ്. അതായത് നമ്മൾ ഈ കോലിട്ടില്ലേ, നമ്മുടെ ഈ തോട്ടി ഇട്ടില്ലേ, തോട്ടി ഇടുമ്പോ ഇങ്ങനെ ഒരു ബെൻഡല്ലേ വരുന്നേ. അപ്പൊ നമ്മൾ അവിടെ ഒരു ബെൻഡ് അകത്തിട്ട് പൈപ്പ് കളിക്കുന്ന ബെൻഡ് ഉണ്ടല്ലോ, അത് അതിനകത്തോട് കയറ്റിട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കും. അപ്പൊ ഈ കർവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് കുറ്റിട്ട്. ദിസ് മീൻസ് ഹോമോസാപ്പിക് തിയറി. മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായാലും നീ ഒരു കാര്യം ചെയ്യും, നീ കടയിൽ പോയി ഒരു 2 PVC പൈപ്പും ഒരു ബെൻഡർ മേടിച്ചോണ്ടോ പോ. കടയിൽ പോയി ഞാൻ PVC പൈപ്പും ഇത് വാങ്ങിച്ചോണ്ട് പറഞ്ഞു. എന്നെ പിന്നെ ആ സമയം ഉണ്ടെങ്കിൽ പോയി ഹോസ്പിറ്റലിൽ താക്കോൽ എടുത്തോണ്ട് വന്നൂടെ? ആ സമയം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി താക്കോൽ എടുത്തോണ്ട് വന്നൂടെ? വേറെ സംഭവം നോക്കട്ടെ. എവിടെ പോണ്? കുറ്റി സുമേഷ് എടുക്കും. ഗ്ലാസ്സാണെന്ന് തോന്നുന്നു. ഇതിന് നീളമില്ല, അതാ പ്രശ്നം. എനിക്കും തോന്നുന്നു നീളമില്ലല്ലേ? നീളമില്ല. പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന വെച്ചാല് എന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ട്, അതറിയാലോ? മാസ്റ്റർ പീസ് ഐറ്റം അല്ല, ഓട് വിളിച്ചകത്ത് കയറാനായിരിക്കും. ഇടാ അത് നിനക്ക് എങ്ങനെ അറിയാതെ? ഓട് വിളിച്ചകത്ത് കയറാൻ പോണോ? ഞാൻ ചുമ്മാ പറഞ്ഞു. പോ, ഞാനും വരാം. നിന്നെ ഓട് വിളിച്ച് അത് ചെയ്യണ്ടേത്. ഒരു 5 മിനിറ്റ് സമയം തന്നെ ഒന്ന്. 5 മിനിറ്റ് മതിയാ? എടാ ഈ ഓട് പൊളിച്ച് അകത്ത് ഇറങ്ങുന്നൊക്കെ പറഞ്ഞാൽ ഒരു കലയാണ്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, കൂടുതൽ ലൈവ് അടിക്കാൻ നിൽക്കണ്ട. അല്ല അതൊക്കെ എനിക്കറിയാം, ചിറ്റപ്പ ഈ കാര്യത്തിലൊക്കെ എക്സ്പേർട്ട് ആണ്. ചിറ്റപ്പ ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ലേ, കേറ്, വീടിനകത്ത് കയറണ്ടേ? കേറ്. അവൻ പിടി, ഏണി പിടിച്ച് ഒന്നുകൂടെ പിടിച്ച് അവിടെ അല്ലടാ, ഈ സൈഡിൽ വന്ന് പിടിയടാ. അപ്പൊ അവിടെ പൊങ്ങൂലേ? അപ്പൊ അവിടെ പോകും. അപ്പൊ ആ സൈഡിൽ പിടിയാൻ തരാം. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വേഗം കേറ്. വെളുത്തി പിടിയടാ. വെളുത്തി പിടിക്കാം, വീഴൂല. 2 സൈഡോടെ വെളുത്തി പിടി. എടാ ഈ ഓടിളക്കി കഴിഞ്ഞാൽ അകത്തിറങ്ങാൻ പറ്റും. ഈ ഓട് ഇതിപ്പോ സൺറൂഫ് ആണ്. ഈ ഓടിളക്കി കഴിഞ്ഞാൽ ഇതിലെ കൂടെ പൊത്ത് താഴെ വീഴും. ആ മേളത്തെ ഓട് കണ്ട? അവിടെ കയറണം. നീ എന്നെ പിടി. പിന്നെ എത്ര ഓട് ആ ഓട് പൊളിക്കണമെങ്കിൽ പക്ഷെ ഒരു എണ്ണിയും കൂടെ വേണ്ടേ? ഇതിന്റെ മണ്ട ഒരു എണ്ണിയും കൂടെ. അങ്ങനെ അത് പൊളിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ പൊക്കത്ത് കിടക്കൂല്ലേ? എന്തെങ്കിലും ആവട്ടെ, ചിറ്റപ്പൻ കേറ്. നീ ടൈറ്റ് ചെയ്ത് പിടിച്ചോ. പിടിച്ചല്ലോ. പയ്യ വീഴരുത്.